എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതായത് ഇഡ്ഡലി അരിയാണ് ഒരു ദോശ ഉണ്ടാക്കുന്നത്, പരിപ്പ് ദോശ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അരിയാണ്, ഇഡ്ഡലി അരിയാണ്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് ഇഡ്ഡലി അരിക്ക് അര ഗ്ലാസ് സാമ്പാർ വയ്ക്കണ പരിപ്പാണ് അര ഗ്ലാസ്. പിന്നെ അതേമാതിരി അര ഗ്ലാസ് കടലപ്പരിപ്പ് അര ഗ്ലാസ്. അതേമാതിരി ഇത് നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഇടുന്നത്. ഇത് അതേമാതിരി അര ഗ്ലാസ്. സാമ്പാർ പരിപ്പ്, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ് അര ഗ്ലാസ്. അതേമാതിരി ഉഴുന്നും അര ഗ്ലാസ്. വെള്ള ഉഴുന്നാണ് ഇടുന്നത്, അര ഗ്ലാസ്. അപ്പോൾ ഇത് നാല് പരിപ്പും ഒരു ഗ്ലാസ് അരി. ഏത് ഗ്ലാസ്സിനാണെങ്കിൽ അതിന് എടുത്തിട്ട് അതിന് അതേമാതിരി അര ഗ്ലാസ് എടുത്താൽ മതി. അതേമാതിരി 3 മുളക് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി കുതിർത്താൻ വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ കുതിർത്തി അരച്ച ശേഷം അരക്കുമ്പോൾ കാണാം. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം, പരിപ്പ് ദോശ. ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി നോക്കി കഴിക്കണം. അപ്പം കഴുകി കുതിർത്താൻ വയ്ക്കാം. അപ്പം നമ്മുടെ പരിപ്പ് ദോശയുടെ എല്ലാം കഴുകി വെള്ളമൊക്കെ വാർത്ത് കൊടുക്കുന്നു. ഇനി അരയ്ക്കാം. പരിപ്പ്, അരി, ചെറുപയർ പരിപ്പ്, അരി, സാമ്പാർ പരിപ്പ്, ഉഴുന്ന്, കടലപ്പരിപ്പ്. ഒരു ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് നട്ട് കഴുകി നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അരച്ചെടുക്കാം. ആദ്യം അരച്ചെടുക്കാൻ 2-3 സാധനങ്ങൾ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ. ആദ്യം നമ്മുടെ ചെറിയ ജീരകം ഇടുന്നുണ്ട്, 1/2 സ്പൂണ്. ഇത് വലിയ ജീരകമാണ്, അതേ അളവിന് 1/2 സ്പൂണുണ്ട്. നമ്മൾ കുതിർത്തി വെച്ച മുളക് അതിൽ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഓരോ പീസ് ഇടുന്നുണ്ട്. ചെറുതായി 2 പീസും, പിന്നെ 4-5 വെളുത്തുള്ളിയുടെ ഇതും അല്ലി. പിന്നെ കായം പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ ഉണ്ടക്കായത്തിന് വറുത്ത് വെച്ച കായാണ്, ഒരു ചെറിയൊരു കഷ്ണം അത് ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആദ്യം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അരച്ചു കൊടുന്നു. നമുക്ക് നമ്മുടെ അരി അരച്ചെടുക്കാം. ഇതിലിട്ടിട്ട് കുറച്ച് അരച്ചെടുക്കാം. നല്ല അരയാൻ പാടില്ല. ഒരു പകുതി നമ്മുടെ വെള്ളറവയുടെയൊക്കെ പാകത്തിനാണ് അരയാൻ പാടുള്ളൂ. നൈസായിട്ടൊന്നും അരയേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ചിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം. കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അല്ലാണ്ട് വെള്ളം പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇടണം. എന്നിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇനി അരയ്ക്കണം, ഒഴിച്ചു കൊടുക്കാം. എന്താ മണം! അപ്പം ഇതേപോലെ ഒക്കെ അരച്ചെടുക്കാം. അപ്പം പിന്നെ അരച്ചിട്ട് കാണാം. അപ്പം ഇങ്ങനെ എല്ലാം അരച്ചെടുത്തു. കുറച്ച് വെള്ളം ഈ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, നല്ല ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പാടൂ. തോനെ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. വല്ലാണ്ട് വെള്ളം പോലെ ആവാൻ പാടില്ല. ഉപ്പ് ഇട്ടുണ്ട് പാകത്തിന്. അരയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്, ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവരും കഴിക്കാൻ പറ്റും, നല്ലതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കായം എല്ലാം ഇട്ടതാണ്. കായപ്പൊടി വേണമെങ്കിലും ഇടാം. അപ്പം നമുക്ക് ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് ദോശ ഒഴിച്ച് കൊടുക്കാം. 2 മല്ലിയില ഇടുന്നുണ്ട്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. മല്ലിയിലയും കറുവേപ്പിലൊക്കെ ഇടാം. നല്ല ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച് കൊടുക്കാം. ചെറുത് വേണമെങ്കിൽ ചെറുത് ഒഴിക്കാം, വലുത് വേണമെങ്കിൽ വലുത് ഒഴിക്കുക. ദോശ എങ്ങനെ വേണമെങ്കിൽ ഒഴിക്കാം. നമുക്ക് നല്ലെണ്ണ, നെയ്യോ കടലെണ്ണ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ദോശയിൽ കൂടെ.
നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല കളറൊക്കെ മാറി വരും. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മണമാണ് ദോശയ്ക്ക്. അപ്പോൾ നമുക്ക് പറിച്ചിട്ട് കൊടുക്കാം. നല്ല അപാര ടേസ്റ്റിലും അപാര മണത്തിലുള്ള പരിപ്പ് ദോശ റെഡിയായി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം, ഉണ്ടാക്കി കൊടുക്കണം കഴിക്കാത്തവർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും